ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് പ്രധാനമായിട്ടും QRMP സ്കീം, ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ് എന്നുള്ള സ്കീമിനെ പറ്റിയിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് റെഗുലർ മന്ത്ലി സ്കീമിൽ GSR 1ഉം GSR 3ബിയും ചെയ്യേണ്ട ഡേറ്റുകളെ പറ്റിയിട്ടൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ മാറ്റുന്നതിനായിട്ടാണ് ഈ ഒരു എപ്പിസോഡിൽ QRMP സ്കീമിൽ എങ്ങനെയാണ് GSR 1ഉം GSR 3ബിയും ഏത് ഡേറ്റിലാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒരു വർഷം, സാമ്പത്തിക വർഷത്തിൽ പ്രധാനമായിട്ടും നാല് ക്വാർട്ടറുകളാണ് QRMPക്ക് ഈ GSR 1ഉം GSR 3ബിയും ഫയൽ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ മെയ് ജൂൺ. ഈ ഏപ്രിൽ മെയ് ജൂണിൻ്റെ GSR 1 ചെയ്യേണ്ടത് ജൂലൈ 13-ാം തീയതിക്കുള്ളിലാണ്. അതുപോലെ തന്നെ GSR 3ബി ചെയ്യേണ്ടത് ജൂലൈ 22-ാം തീയതിക്കുള്ളിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ. അപ്പോൾ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ എന്നുള്ള സെക്കൻഡ് ക്വാർട്ടറിൻ്റെ GSR 1 ചെയ്യേണ്ടത് ഒക്ടോബർ 13-ാം തീയതിക്കുള്ളിലും GSR 3ബി ചെയ്യേണ്ടത് ഒക്ടോബർ 22-ാം തീയതിക്കുള്ളിലാണ്. അപ്പോൾ ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും തൊട്ടടുത്ത മാസം 13-ാം തീയതിക്കുള്ളിൽ GSR 1ഉം 22-ാം തീയതിക്കുള്ളിൽ GSR 3ബിയും നമ്മൾ ചെയ്യണം. അതുപോലെ IFF നമ്മൾ ഓൾറെഡി എല്ലാ മാസവും ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഈ IFF ചെയ്യുമ്പോൾ അത് B2B സെയിൽസ് ഇൻവോയ്സ് നമ്മൾ അതിൽ ഫയൽ ചെയ്യാണ്. അത് വീണ്ടും നമ്മൾ GSR 1ലേക്ക് വീണ്ടും ഫയൽ ചെയ്യേണ്ടതില്ല. അത് ഓൾറെഡി GSR 1ൽ വരുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. GST പറ്റി ഡീപ്പായിട്ട് പഠിക്കുന്നതിനും പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനും ആയിട്ട് നിങ്ങൾ ക്യാപിടാക്സ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ വിത്ത് ക്യാപിടാക്സ് ഇന്ത്യ. താങ്ക് യു.